പ്രവർത്തക സമിതി അംഗം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി അവർ സംസാരിക്കും. ബഹുമാന്യനായ അധ്യക്ഷൻ സ്ഥാനമൊഴിഞ്ഞ KPC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ, ഈ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് ശ്രീ KC വേണുഗോപാൽ, പുതുതായി സ്ഥാനമേറ്റെടുത്ത കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി, AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം ഏറെ ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല, മുൻ KPCC അധ്യക്ഷന്മാരായ ശ്രീ K. മുരളീധരൻ, ശ്രീ MM ഹസൻ, മുൻ മന്ത്രി ശ്രീ KC ജോസഫ്, AICC സെക്രട്ടറി ശ്രീ റോജി ജോൺ, എന്നോടൊപ്പം സ്ഥാനമൊഴിയുന്ന വർക്കിംഗ് പ്രസിഡന്റുമാർ പ്രിയപ്പെട്ട ശ്രീ T. സിദ്ദിഖ്, ശ്രീ TN പ്രതാപൻ, ഇപ്പോൾ KPC അധ്യക്ഷനൊപ്പം ചുമതലയേറ്റ വർക്കിംഗ് പ്രസിഡന്റുമാരായ ശ്രീ അനിൽകുമാർ, ശ്രീ PC വിഷ്ണുനാഥ്, പ്രിയങ്കരനായ ശ്രീ ഷാഫി പറമ്പിൽ, ബഹുമാന്യനായ UDFന്റെ കൺവീനർ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ അടൂർ പ്രകാശ്, വേദിയിൽ ഈ മീറ്റിംഗ് നിയന്ത്രിക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് ലിജു ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, മാധ്യമപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, AICCയുടെ കേരളത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി, എൻ്റെ ബഹുമാന്യ സുഹൃത്തു കൂടിയായ ശ്രീ അറിവഴകൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. ശ്രീ ജോസഫിനെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ 38ാമത്തെ പ്രസിഡന്റായിട്ടാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ഇവരെല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഹാർദവമായി അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ സഹായങ്ങളും സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി ശ്രീ തന്നല ബാലകൃഷ്ണ സാർ പ്രസിഡന്റായിരിക്കുമ്പോൾ 3 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി പ്രവർത്തിക്കുന്ന സമയത്ത് കണ്ണൂർ ജില്ലയുടെ ചാർജ് വഹിച്ച ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. അന്ന് ബഹുമാനായ ശ്രീ സണ്ണി ജോസഫ് അവിടെ DC പ്രസിഡന്റായിരുന്നു. അതിനുശേഷം ശ്രീ രമേശ് ചെന്നിത്തല KPC പ്രസിഡന്റായി വന്നപ്പോഴും കണ്ണൂർ ജില്ലയുടെ ചുമതല എനിക്കായിരുന്നു. അപ്പോഴും ശ്രീ സണ്ണി ജോസഫായിരുന്നു അവിടെ DCCയുടെ പ്രസിഡന്റ്. എനിക്ക് വളരെയധികം മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളുമാണ് സണ്ണിയെ സംബന്ധിച്ചിടത്തോളം. അന്ന് ഞാൻ ജില്ലയുടെ ചുമതല വഹിക്കുന്ന ആ സമയത്ത് എനിക്ക് നൽകിയ സഹായവും സഹകരണവും ഒരിക്കലും മറക്കാൻ കഴിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന DCCയുടെ വാഹനം എന്നെ കാത്തുകിടക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ അത് പോകുന്നവരെ, ആ ജില്ല വിട്ടു പോകുന്നവരെ DC പ്രസിഡന്റ് വാഹനം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്ക് സഞ്ചരിക്കുവാൻ വേണ്ടി തരുമായിരുന്നു. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. താമസിക്കുവാൻ ഇന്നത്തെ പോലെയല്ല, താമസിക്കുവാൻ ഗസ്റ്റ് ഹൌസിൽ കൃത്യമായി റൂം ബുക്ക് ചെയ്ത് അതിനുള്ള എല്ലാ കാര്യം. അപ്പൊ ഇന്നത്തെ ഭാരവാഹികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടല്ല അന്ന് ശ്രീ സണ്ണി ജോസഫിന് എനിക്കുണ്ടായത് എന്ന് ഈ അവസരം ചൂണ്ടിക്കാണിക്കാണ്. അപ്പോ ചാർജ് വഹിക്കുന്ന ഭാരവാഹികൾ അതുപോലെ സഹഭാരവാഹികളെയും ചേർത്ത് നിർത്തുന്നതിൽ ശ്രീ സണ്ണി ജോസഫ് ഒരു മാതൃകയാണ് എന്ന് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അനുഭവത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുവാൻ ആഗ്രഹിക്കാം. അതുകൊണ്ട് തന്നെ പുതുതായി പ്രസിഡന്റായി ചുമതലയേക്കുന്ന ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ ടീമിനെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് എല്ലാവർക്കും ചുമതലകൾ നൽകി, എല്ലാവർക്കും ഉത്തരവാദിത്വങ്ങൾ നൽകി ഒരു ടീമായി ടീം സണ്ണി എന്ന മലയാള മനോരമയുടെ വിശേഷണം അക്ഷരാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുക. ഇവിടെ എല്ലാ നേതാക്കന്മാരും സംസാരിച്ചു, ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളെയാണ് നാം നേരിടാൻ പോകുന്നത്. 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നാം നേരിടണം. നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പുള്ള ലോക്കൽ ബോഡി ഇലക്ഷൻ. അത് രണ്ടും നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ശ്രീ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പുതിയ KPC ടീം വന്നിരിക്കുന്നത്. അനുഭവ സമ്പത്തുള്ള, പരിചയ സമ്പത്തുള്ള, സംഘടനാ
തെളിയിച്ചിട്ടുള്ള വിദ്യാർത്ഥി രംഗത്തും രാഷ്ട്രീയ രംഗത്തും സിംഗനാശേഷി തെളിയിച്ചിട്ടുള്ള ഈ ടീമിനെ തീർച്ചയായും 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF-നെ അധികാരത്തിൽ കൊണ്ടുവരാൻ തീർച്ചയായും അതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടുവാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ഈ അവസരത്തിൽ ഞാൻ എല്ലാവർക്കും ആശംസ തരിക. ഞാൻ സംഘടന KPC ഓഫീസിനോട് വിട പറയുക. 2 KPC അധ്യക്ഷന്മാർക്കൊപ്പം വർക്കിംഗ് പ്രസിഡന്റായി പ്രവർത്തിക്കാൻ എനിക്ക് അസംഭവിക്കുകയുണ്ടായി. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനോടൊപ്പം ഏതാണ്ട് 3.5 വർഷവും അതിനുശേഷം ശ്രീ K. സുധാകരനോട് 4 വർഷവും എനിക്ക് വർക്കിംഗ് പ്രസിഡന്റായി എന്നാൽ 7.5-8 വർഷം പ്രവർത്തിക്കാൻ ശ്രമിക്കുകയുണ്ടായി. ഈ 2 പ്രസിഡന്റുമാരിൽ നിന്നും നല്ല പിന്തുണയാണ് എനിക്ക് ലഭിച്ചത്. എല്ലാ സഹായങ്ങളും ലഭിച്ചു. അവര് എല്ലാ പ്രോത്സാഹനവും നൽകി. ഒരിക്കലും അവര് എന്നെ ഏതെങ്കിലും തരത്തിൽ അവഗണിക്കുകയോ എന്നെ ഏതെങ്കിലും തരത്തിൽ അവഗണിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്തില്ല എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അഖില ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഇരിക്കുന്ന ഈ വേദിയിൽ തീർച്ചയായും നമുക്ക് ഈ വേദിയിൽ നമ്മുടെ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്കായി കോൺഗ്രസ് ആയിരുന്നാലും അതിശക്തമായ തിരിച്ചുവരവിന് നാം തയ്യാറെടുക്കുമ്പോൾ ഈ കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തെ കൂടി ചേർത്ത് നിർത്തുവാനുള്ള സംഘടനാപരമായ നടപടികൾ ഉണ്ടാകും. പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയുണ്ട്. അത് പരിശോധിക്കും. അതുകൊണ്ട് തന്നെ UDF-ന്റെ സംസ്ഥാന സമിതിയിലും ഈ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികളില്ല എന്നുള്ള പരാതി നിലനിൽക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ കൂടി AICC-യുടെ ബഹുമാന്യ ജനറൽ സെക്രട്ടറി പറഞ്ഞു മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇനിയും ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗങ്ങളെ തീർച്ചയായും അതിനെ കൂടി ചേർത്ത് നിർത്തുവാനുള്ള നടപടികൾ ഉണ്ടാകും. അതുപോലെ ഞാൻ VM സുധീരനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹം നമ്മുടെ മീഡിയ റൂമിൽ ഏതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ 36 കോൺഗ്രസ് KPC പ്രസിഡന്റുമാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. 1ാമത്തെ പ്രസിഡന്റായ മാധവൻ നായർ മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെയുള്ള ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ ഇനിയിപ്പോൾ K. സുധാകരന്റെ പേര് 32ാമത്തെ പ്രസിഡന്റ് സന്നിയാണ്. ആ ഫോട്ടോ നമ്മളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ഫോട്ടോസ്